ഗൈസ്, ഇപ്പോൾ ഗൂഗിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പുതിയ ഫീച്ചർ ഇന്ന് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഗൂഗിളിൻ്റെ ആ ഒരു passkey എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. അപ്പോൾ ഇത്രയും നാളത്തെ ആ ഒരു ഗൂഗിളിൻ്റെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇമെയിൽ ഉണ്ട്, അതുപോലെ നമ്മുടെ ഒരു പാസ്വേഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇമെയിലും പാസ്വേഡുമാണ് നമ്മുടെ ഇൻ്റർനെറ്റ് ലൈഫിൻ്റെ ഒരു ബേസ് തന്നെ പറയാം. കാരണം ഗൂഗിൾ അക്കൗണ്ടില്ലാതെ നമ്മുടെ ഫോൺ വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ, അതുപോലെ തന്നെ അതിലേക്ക് ലോഗിൻ ചെയ്യാൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തിരി വിഷയമായിരുന്നു ഇതുവരെ. അപ്പോൾ അങ്ങനെ ആ ഒരു ഗൂഗിളിൻ്റെ പുതിയ ഫീച്ചർ അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലി നിങ്ങൾക്ക് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഗൂഗിളിൻ്റെ ആ ഒരു passkey എന്ന് പറയാം. അപ്പോൾ ഇന്ന് വേൾഡ് പാസ്വേഡ് ഡേ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗൂഗിൾ ഇന്ന് തന്നെ ആ ഒരു passkey ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആപ്പിൾ എക്കോസിസ്റ്റത്തിലുള്ള ഒരു ഫീച്ചറാണ്. ഇപ്പോൾ നിങ്ങളൊരു ഐഫോൺ യൂസർ അല്ലെങ്കിൽ ഒരു ആപ്പിൾ എക്കോസിസ്റ്റത്തിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ ആ ഒരു ആപ്പിൾ ഐ ഡി ഒക്കെ ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുക നിങ്ങളുടെ ഫേസ് ഐ ഡി അല്ലെങ്കിൽ ആ ഒരു ടച്ച് ഐ ഡി ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പാസ്വേഡ് അടിക്കുന്ന കാര്യമില്ല. അപ്പോൾ ആപ്പിളിൻ്റെ മിക്ക എല്ലാ ലോഗിൻ പ്ലാറ്റ്ഫോമും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണ്. ഓക്കെ, അപ്പം ആ ഒരു സെയിം സെറ്റപ്പിലേക്ക് ഇപ്പോൾ ഗൂഗിൾ വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, ഇത്ര നാളത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഇമെയിൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു പാസ്വേഡ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇമെയിൽ അടിക്കും, അതുപോലെ തന്നെ പാസ്വേഡ് അടിക്കും. പാസ്വേഡ് അടിച്ചിട്ട് നിങ്ങൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫോൺ നമ്പറിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ഇമെയിലിലേക്കോ OTP വരും. അതല്ല, നിങ്ങൾ ഈ ഒതൻറ്റിക്കേറ്റർ ആപ്പ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒതൻറ്റിക്കേറ്റർ ആപ്പിൽ പോയിട്ട് ആ ഒരു കോഡ് അടിക്കുക, ലോഗിൻ ചെയ്യുക, അങ്ങനത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ ചില സമയത്ത് നമ്മൾ പാസ്വേഡ് മറക്കുന്നതുകൊണ്ട് തന്നെ ഫോർഗോട്ട് പാസ്വേഡ് അടിച്ച് പുതിയ പാസ്വേഡൊക്കെ ഉണ്ടാക്കി വിഷയം പരിപാടി തന്നെയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ പാസ്വേഡ് കീസ് എന്ന് പറഞ്ഞ ഫീച്ചർ വന്നതുകൊണ്ട് തന്നെ പാസ്വേഡ് ഇനി നിങ്ങൾ മറന്നാലൊരു വിഷയമില്ല, നിങ്ങളുടെ ആ ഒരു ഫോൺ ഒരു പാസ്വേഡായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യണമെങ്കിൽ പാസ്വേഡ് അടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ പാസ്വേഡ് മറന്നാലും നിങ്ങളുടെ ആ ഒരു ഫോൺ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു passkey ആക്കുന്ന ആ ഒരു ഡിവൈസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് പാസ്വേഡിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സെറ്റപ്പ് എങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്കിങ്ങിന് പറയുന്നതായിരിക്കും മനസ്സിലാക്കാനും, അതുപോലെ തന്നെ അതായിരിക്കും അടിപൊളി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് അത് നോക്കുക. സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഫൈലേക്കും ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈലേക്കും ക്ലിക്ക് ചെയ്യാനായിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ചെന്ന് പ്രൊഫൈലിലേക്ക് ക്ലിക്ക് ചെയ്യാം, അതുപോലെ യൂട്യൂബിൽ ചെന്ന് പ്രൊഫൈലേക്ക് ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഏത് പ്രോഡക്റ്റ് ആപ്പ് എടുത്താലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കാണാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെറ്റിങ്സിൽ പോയിട്ട് അവിടെ ഗൂഗിൾ ഉണ്ടാകും, അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ആ ഒരു ഫുൾ സെറ്റിങ്സിലേക്ക് വരാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു രീതി ചൂസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ആ ഒരു മാനേജർ അക്കൗണ്ട് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ആ ഒരു ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരും. അവിടെ നമുക്ക് പ്രൈവസി ചെക്കപ്പ്, അതുപോലെ തന്നെ സകല ഡീറ്റെയിൽസും നമ്മുടെ ആ ഒരു ഗൂഗിൾ അക്കൗണ്ടിൻ്റെ മെയിൻ പാനലാണത്. അവിടെ എല്ലാ തരത്തിലുള്ള സെറ്റപ്പും സെറ്റിങ്സും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വിൻഡോ വന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ മേളിലുണ്ട്, ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താഴേക്ക് കുറച്ച് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ നിങ്ങളുടെ ആ ഒരു പാസ്വേഡ് എന്താണ് ചേഞ്ച് ചെയ്തത്, അതുപോലെ തന്നെ ഏതൊക്കെ ഡിവൈസിൽ കണക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്, അങ്ങനെ സകല സെറ്റിങ്സും അതിനകത്തുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു PC-ലോ അല്ലെങ്കിൽ ഒരു Mac-ലോ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ ആ ഒരു ഒതൻറ്റിക്കേറ്റർ, അതുപോലെ തന്നെ passkey എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതല്ല, ഇപ്പോൾ നിങ്ങൾ ഫോണിലാണ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ passkey എന്ന് ഡയറക്റ്റ് ആയിട്ട് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് passkey സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പം ആ ഒരു passkey സെറ്റ് ചെയ്യാനായിട്ട് passkeyയുടെ ആ ഒരു ഓപ്ഷനിലൂടെ ക്ലിക്ക് ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഏത് ഡിവൈസിലാണോ ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉള്ളത്, ആ ഒരു ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഒരു passkey ആയിട്ട് നിങ്ങളുടെ ആ ഒരു ഹാർഡ്വെയർ, അതായത് നിങ്ങളുടെ ആ ഒരു ഡിവൈസ് ആക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങളിപ്പം സാംസങ്ങിൻ്റെ S22 Ultra'യിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടെന്ന് വിചാരിക്കുക. ആ ഒരു passkey എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും S22 Ultra ഓൾറെഡി ആഡഡ് ആസ് passkey നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഏത് ഡിവൈസിലാണോ സൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ഡിവൈസ് നിങ്ങളുടെ ഒരു passkey ആണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ ഏത് ഡിവൈസാണെന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് യൂസ് passkey എന്ന് കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ആ ഒരു ലോഗിൻ ചെയ്ത ഡിവൈസ് പാസ്വേഡ്, അതായത് ഒരു കീ സ്റ്റോർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു വർക്കിങ്ങിൽ പറയാം. അപ്പം ഇത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് ഒന്ന് ലോഗ് ഔട്ട് ചെയ്യാം. ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ആ ഒരു ഇമെയിൽ അടിച്ച് ഒന്നുകൂടി സൈൻ ചെയ്യാൻ ശ്രമിക്കണം. എന്നാലും നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ലോഗ് ഔട്ട് അടിച്ചിട്ട് ഗൂഗിളിൽ എന്നിട്ട് സൈൻ ചെയ്യാം, ഇമെയിൽ അടിക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ സാധാരണ കാണുന്നത് പാസ്വേഡ് അടിക്കാനാണ്. പക്ഷേ ഇനി പാസ്വേഡ് അടിക്കാൻ നിങ്ങൾക്ക് കാണില്ല, വേറൊരു വിൻഡോ ആണ് വരുന്നത്. ആ ഒരു വിൻഡോ ആണ് passkeyയുടെ വിൻഡോ. നിങ്ങൾക്കിപ്പം passkey വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രൈ അനദർ വേ എന്ന് പറയുന്ന സൈഡിൽ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് വേറൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ passkey ഒക്കെ സെറ്റാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു വിൻഡോയിലൊരു QR കോഡ് ഓപ്പൺ ആയിട്ട് വരും. ആ ഒരു QR കോഡ് നിങ്ങളുടെ ആ ഒരു ഡിവൈസ് വെച്ച് സ്കാൻ ചെയ്യാം. ഇപ്പോൾ സ്കാൻ ചെയ്യാൻ വരുന്നത് ഡെസ്ക്ടോപ്പിൽ നിങ്ങൾ സൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്. ഓക്കെ, നിങ്ങൾ ഫോണിലാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരില്ല, ഡയറക്റ്റ് ആയിട്ട് അലോ നിൽക്കാനുള്ള ഓപ്ഷൻ വരും, അത് അലോ നിൽക്കിയാൽ മതി. അതുപോലെ ആ ഒരു സംഭവം അലോ നിൽക്കുമ്പോൾ ഓൾറെഡി ആ ഒരു passkey സെറ്റ് ആവും. ഇനിയിപ്പോൾ അതിൽ ഡെസ്ക്ടോപ്പിന് കാര്യമാണെങ്കിൽ ഈ ഒരു QR കോഡ് വരും, അത് സ്കാൻ ചെയ്തിട്ട് ആ ഒരു സൈറ്റിലേക്ക് പോകണം.
അപ്പോൾ ആ സൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഫോണിൽ ഒരു പോപ്പപ്പ് വരും. ഇപ്പോൾ ഐഫോൺസിലും ഇത് സപ്പോർട്ടാണ്. ഐഫോൺസിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടച്ച് ഐ ഡിയോ ഫേസ് ഐ ഡിയോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് സേവ് ചെയ്യാം. ആൻഡ്രോയിഡിലാണെങ്കിൽ അലോ കൊടുത്താൽ മതി. ഓക്കെ, അലോ കൊടുക്കുമ്പോൾ നിങ്ങളുടെ പാസ്വേഡ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഈ ഒരു ഗൂഗിൾ അക്കൗണ്ട് സൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൽ പോപ്പപ്പ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ടച്ച് ഐ ഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ഐ ഡിയോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫോണിൻ്റെ ലോ സ്ക്രീൻ വെച്ചിട്ട് ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയുള്ള ഇതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങൾ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് ഇനി മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ വർക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു അക്കൗണ്ടിൻ്റെ ഡാറ്റാബേസിൽ ഒരു FIDO എന്ന് പറഞ്ഞ ഒരു ID ജനറേറ്റ് ആവും. ഓക്കെ, ആ ഒരു IDയുടെ സെയിം കോപ്പി തന്നെ നമ്മുടെ ഫോണിൽ സേവ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആ ഒരു ഫോണാണ് ഇനി മുതൽ നമ്മുടെ പാസ്വേഡായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഹാർഡ്വെയറിൽ ഫിസിക്കലി ആ ഒരു പാസ്വേഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് കുറേ നമ്പേഴ്സാണ്, റാൻഡം ആയിട്ടുള്ള നമ്പേഴ്സാണ്. അതൊക്കെ ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ സേവ് ആകുമ്പോൾ തന്നെ ഓൾറെഡി ആ ഒരു അക്കൗണ്ടിനെ അൺലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള വർക്ക്. ഇതിൻ്റെ ആഴത്തിൽ പോയി പറയേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സാധനം. ഇപ്പോൾ നിങ്ങൾ ഫോണിൽ ചെയ്യാണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വലിയ ഡീറ്റെയിൽസ് ഒന്നും കാണാൻ പറ്റില്ല. ആ ഒരു പാസ്കി സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് അലോ ഒഴിച്ച് ബാക്കിയെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നടന്നോളും. ഇനിയിപ്പോൾ അതിൽ ഡെസ്ക്ടോപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അധികം കാര്യങ്ങൾ കാണാൻ പറ്റും. വേറെ ഒന്നുമല്ല, ആ ഒരു സംഭവം സ്കാൻ ചെയ്യുമ്പോൾ ആ ഒരു FID ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഫോണിൽ സേവ് ആവുന്ന പരിപാടിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. രണ്ടും സെയിം വർക്കിംഗ് ആണ്, പക്ഷേ ഡെസ്ക്ടോപ്പിലാകുമ്പോൾ നമുക്ക് ഇത്തിരി കൂടിയും ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഉണ്ടാവും. അപ്പം ഈ ഒരു ഫീച്ചർ വന്നുകൊണ്ട് തന്നെ കുറേ പേർക്ക് പാസ്വേഡ് മറന്ന് ഇനി ജീവിക്കാം. അതൊരു അടിപൊളിയായിട്ടൊരു ഓപ്ഷനാണ്. അപ്പം ഇനി മുതൽ നിങ്ങളുടെ ആ ഒരു ഹാർഡ്വെയർ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിവൈസ് ആയിരിക്കും പാസ്വേഡ് അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സീംലെസ് ആയിട്ട് നിങ്ങൾക്ക് ഏത് ഡിവൈസിൽ വേണമെങ്കിലും ലോഗിൻ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലോഗ് ഔട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ അതല്ല നിങ്ങളുടെ ഫോൺ കാണാതെ പോയാൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും പരിപാടി നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നൊരു ഓപ്ഷൻ കൊടുക്കാം. അപ്പം ഈ ട്രൈ ചെയ്യുന്ന ഓപ്ഷനിൽ കുറേ അധികം ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പം ഈ ഒരു കുറേ അധികം ഓപ്ഷൻസ് കാണണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാനേജർ അക്കൗണ്ട് എടുത്തിട്ട് അതിനകത്ത് നിങ്ങൾ റിക്കവറി ഇമെയിലും അതുപോലെ തന്നെ റിക്കവറി ആ ഒരു ഫോൺ നമ്പറും അതുപോലെ തന്നെ ഒതൻറ്റിക്കേറ്റർ ആപ്പൊക്കെ യൂസ് ചെയ്ത് വെച്ച് കണക്ട് ചെയ്തിടുക. ഈ ഓപ്ഷൻസ് ഒക്കെ കണക്ട് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് അത്രയും ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇപ്പം ഈ ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പാസ്വേഡ് അടിച്ച് കയറാനായിരിക്കും പറയാം. ഓക്കെ, അപ്പോൾ അതൊക്കെ സേഫായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. എന്തായാലും ഈ ഒരു ഫീച്ചർ അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ യൂസ് ചെയ്ത് ഓണാക്കിയിടുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം കുറേ അധികം ഡിവൈസസ് ഒരുമിച്ച് യൂസ് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലോഗിൻ ചെയ്യുക, ലോഗൗട്ട് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ നിങ്ങൾക്ക് നൈസായിട്ട് ഈ പാസ്കി ഫീച്ചർ വെച്ച് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള ഈ ഗൂഗിളിൻ്റെ ഒരു പാസ്കീനെ പറ്റി പറയാനായിട്ട് നൈസായിട്ടുള്ളൊരു ഫീച്ചറാണ്. സെറ്റപ്പ് ചെയ്യുക, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലേക്ക് തന്നെയാണ് പറയാനുള്ളത് ഈ ഒരു പാസ്കീനെ പറ്റി. അപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക് വീഡിയോ ആയിട്ട് കാണാം.